കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ, ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല, ഹൈന്ദവരെ സ്നേഹിക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ പൊന്നു ഉസ്താദേ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഓണമെന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആചാരം, ആഘോഷമല്ല, ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമല്ല. മറിച്ച് എന്റെ പുന്നാര ഉസ്താദേ, ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ മൊത്തവും ദേശീയ ഉത്സവമാണ്. അതൊരു ജാതിയുടെ ഉത്സവമല്ല, അതൊരു മതത്തിന്റെ ഉത്സവമല്ല, അത് മറ്റാരുടെയും പ്രത്യേകിച്ചൊരു ഉത്സവമല്ല. നാനാ വിധത്തിൽ വരുന്ന മലയാളികളുടെ എല്ലാം, നാനാ മതത്തിൽ വരുന്ന ജാതി മതസ്ഥരുടെ ആഘോഷമാണ് ഓണം. ഈ സഹോദരൻ ഞാൻ ജോലി ചെയ്യുന്ന അബഹ എന്ന പ്രദേശത്ത് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. വളരെ സ്നേഹബഹുമാനത്തോടെ സുഹൃത്തിനോട് പറയാനുള്ളത്, ഹൈന്ദവ മതവിശ്വാസത്തെക്കുറിച്ച് സഹോദരന് വലിയൊരു പിടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഹൈന്ദവ മതവിശ്വാസി എപ്പോഴാണ് വിശ്വാസിയാകുന്നറിയോ? അവൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും അംഗീകരിക്കുമ്പോഴാണ്. അവൻ്റെ വിശ്വാസത്തെ എവിടെയെങ്കിലും അവൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ വാക്താവാണി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ മതത്തെ ചുരുക്കി കാണുന്ന ആളുകളുണ്ടാവും, പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. ചുരുക്കി കാണുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താവും, മതവിശ്വാസങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും 100% ഇല്ലെങ്കിലും ഒരു 90% കീപ്പ് ചെയ്ത് വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസങ്ങൾ എന്താവൂല, ഒരു ആഘോഷങ്ങളിലും ഒരു സ്ഥലത്തും ഇപ്പം എന്തിൻ്റെ പേരിലെയും അവരെന്താവൂല, അത് കോംപ്രമൈസ് ചെയ്യൂല. പക്ഷേ എന്നിരുന്നാലും അന്യമതസ്ഥരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടും ഫറലാക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച ലോകത്തിലെ ഒരു മതത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇസ്ലാം മതമാണ്. അത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾക്ക് ഓണത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെ യോജിക്കാം, എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളത് ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഓണാഘോഷം, അതിലെന്ത് ചെയ്യുക, സൗഹൃദം പങ്കിടാം. ആ സഹോദരൻ്റെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അതിലൊന്നും ഇസ്ലാം നിഷിദ്ധമല്ല, വിലക്കിയിട്ടില്ല. കാരണം ഭക്ഷണം കഴിക്കൽ, ഹലാലാക്കപ്പെട്ട ഭക്ഷണം എപ്പോഴും ഏത് സമയത്തും ഏത് ദിവസവും കഴിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. ഏതുപോലെ ഒരു ഹൈന്ദവ സഹോദരൻ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു പെരുന്നാളത്തിന് ക്ഷണം സ്വീകരിച്ചാൽ ഹൈന്ദവ സുഹൃത്തുക്കൾ എന്താ ചെയ്യുക? സൗഹൃദം പങ്കിടും, ക്ഷണം സ്വീകരിച്ച് വീട്ടിലെത്തും, ഭക്ഷണം കഴിക്കും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ വന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കുമോ? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമോ? ഒരിക്കലും ചെയ്യൂല. അത് നിങ്ങളുടെ മതത്തെ ഇവിടെ എന്ത് ചെയ്യലാണ്, കോംപ്രമൈസ് ചെയ്യലാണ്. അതേപോലെ ഒരു ഇസ്ലാം മതവിശ്വാസി ഒരു ഓണം വിഷയമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ ക്ഷണം സ്വീകരിച്ചെത്ത ഭക്ഷണം കഴിക്കുക, സൗഹൃദം പങ്കിടുക ഒക്കെ ചെയ്യുക. പക്ഷെ അവിടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലോ അതിൻ്റെ ആഘോഷങ്ങളിലോ പങ്കെടുക്കൽ ഇസ്ലാം നിഷിദ്ധം തന്നെയാണ്. അത് ഇസ്ലാം തറപ്പിച്ചു പറയുന്നുണ്ട്, അതിലൊരു തർക്കവുമില്ല. അത് എതിർത്തിട്ട് ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി മതത്തെ അത്രയേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പടച്ച റബ്ബിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അല്ലാഹു തആല നമ്മുടെ ഈമാൻ നന്നാക്കി തരുമാറാവട്ടെ. എൻ്റെ സഹോദരൻ പറഞ്ഞു, ഓണം ആഘോഷം എന്നുള്ളത് അതൊരു മലയാളിയുടെ ദേശീയ ഉത്സവമാണ്, ആഘോഷമാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഹൈന്ദവ മതത്തിൻ്റെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർമ്മത്തിൻ്റെ വിശ്വാസം അല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ തർപ്പിച്ചു പറയുന്നു, ഓണം എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മത്തിൻ്റെ അതിൻ്റെ വിശ്വാസമാണ്. എന്ത്, അതിൻ്റെ ആഘോഷമാണ് എന്ത്, ഓണാഘോഷം എന്നുള്ളത്. അത് ഏതൊരു മതവിശ്വാസിയായാലും, ക്രൈസ്തവനായാലും ഇസ്ലാം മതവിശ്വാസിയായാലും അവരുടെ വിശ്വാസങ്ങൾ 90% കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓണം ആഘോഷിക്കൽ നിഷിദ്ധം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഓണാഘോഷം എന്നുള്ളത് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ ചതയം നാളുവരെ നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് എന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ തൃക്കാക്കര അപ്പൻ എന്ന പേരിൽ വാമന അവതാരമൂർത്തിയെ
ആരാധിക്കുകയും വലിയ മഹാരാജാവിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ പിൻബലമുള്ള ആരാധനയുടെ ഒരാഘോഷം തന്നെയാണ് ഓണാഘോഷം എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും അത് മറ്റുള്ള മതസ്ഥർ, ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ പണ്ഡിതന്മാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ആഘോഷിക്കാതിരിക്കലുണ്ടോ? കാരണം എന്താ, അവർ ആ മതത്തെ അത്രയേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാമിക വീക്ഷണപ്രകാരം ഓണം ആഘോഷിക്കൽ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് വിശ്വാസികളോടാണ് സുഹൃത്തെ. ആ ഉസ്താദ് പറയുന്നത് കണ്ടില്ലേ, മുസ്ലിങ്ങളോടാണ്. പടച്ചറബിൻ്റെ ഏകത്വം, മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വിശ്വാസികളോടാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ ആ നിലപാട് വ്യക്തമാക്കിയിട്ടും മുസ്ലിം സുഹൃത്തുക്കൾ എത്രയോ ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ. ആരോടെങ്കിലും എടാ മുഹമ്മദെ ജാഘോഷിക്കണ്ട, സൈനബ ജാഘോഷിക്കണ്ട, അല്ലെങ്കിൽ ആ മുസ്തഫ ജാഘോഷിക്കണ്ട എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പറയുന്നത് മുസ്ലിങ്ങളോടാണ്. എന്ന് വെച്ചാൽ ആ വിശ്വാസത്തെ അടിപതരാതെ എവിടെയും കോംപ്രമൈസ് ചെയ്യാതെ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളോടാണ്. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികളായാലും അവരുടെ വിശ്വാസം ഇത്തരം ആഘോഷങ്ങളിൽ എന്ത് ചെയ്യലുണ്ട്, കോംപ്രമൈസ് ചെയ്യലുണ്ട്. എന്ന് വെച്ചാൽ അതെന്താവും, ഇസ്ലാം വൃദ്ധത്തിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇസ്ലാമിൻ്റെ ദാരിയിൽ നിന്ന് പുറത്തു പോകും. പിന്നെ അവരെന്ത് ചെയ്യണം, തൗബ ചെയ്തിട്ട് മടങ്ങണം. അപ്പോൾ ആ വിഷയം പറയുന്നത് ആരോടാണ്? അത് ഓരോരോ വിശ്വാസികളോടാണ്. അത് അവർക്കേ ബാധകമുള്ളൂ. മതത്തെ എങ്ങനെ കുറച്ച് വില കുറച്ച് കാണുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും അത് ബാധകമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ വസ്തുതപരമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്.